ഹായ് ഗൈസ്, ഇന്നൊരു ചെറിയ അൺബോക്സിംഗ് ആണ്. ഇതാ നമ്മുടെ ആപ്പിൾ എയർ ടാഗ്. ഇത് നമുക്ക് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു GPS ട്രാക്കറാണ്. നമുക്ക് കീ ഫൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലഗേജസ് അല്ലെങ്കിൽ നമ്മുടെ കാറ്, ബൈക്ക് ഇതെല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇതൊരു ബെസ്റ്റ് GPS ട്രാക്കർ ഡിവൈസ് ആപ്പിളിൻ്റെ എന്ന് പറയാം. ഇതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഉണ്ട്. ഒരുപാട് ട്രാക്കർ ഡിവൈസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൽ അത്യാവശ്യം നല്ല ട്രാക്കിങ്ങും പ്രിസിഷൻ ഫൈൻഡിങ്ങും നമുക്ക് നല്ല രീതിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ സാധനം. നമുക്ക് ചെറുതായിട്ടൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് സാധനം, ആപ്പിൾ എയർ ടാഗ്. 2000-3000 രൂപ വരുന്ന ഒരു എയർ ടാഗ്. ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നതും അതിൻ്റെ ഫൈൻഡ് മൈ ആപ്പ് എന്നൊരു ആപ്പ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇതാണ് സാധനം. ഇത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആപ്പിൾ ഡിവൈസ് അല്ലെങ്കിൽ ഐഫോൺ വേണം. കാരണം നമുക്ക് ആപ്പിൾ ID വഴി മാത്രമേ ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ആപ്പിൾ ഡിവൈസ് ഇല്ലാത്ത ഒരാളാണ് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓണാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ഇതിങ്ങനെ ഈ പോർഷൻ ഇങ്ങനെ വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് ഒരു സൗണ്ട് കേൾക്കും. കേട്ടാണ് ചെറിയൊരു സൗണ്ട്. ഇതിപ്പോൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫോൺ എടുക്കുക, ഓപ്പൺ ചെയ്യുക, ഇതിൻ്റെ അടുത്ത് വയ്ക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിൽ ഇങ്ങനെ കാണിക്കും. ഇത് കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആപ്പിൾ IDയിലോട്ട് പോകും. അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് വരും. നമുക്കിപ്പം ബാക്ക് പാക്കിന് വേണോ, ബൈക്കിന് വേണോ, ക്യാമറയ്ക്ക് വേണോ, ഹാൻഡിൽ ബാഗിന് വേണോ, ജാക്കറ്റിന് വേണോ, കീക്ക് വേണോ, അല്ലെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് സെലക്ട് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാം. ഇത് ഇവിടെ UK കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇത് നമ്മുടെ കാർ ട്രാക്ക് ചെയ്യാനായിട്ടാണ്. ഇത് കീ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്ത് ഹാങ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കീ ചെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ് നമ്മൾ ആമസോണിൽ തന്നെ. കാറിലോ ബൈക്കിലോ എന്താണ് ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മോഡ്യൂൾ നമുക്ക് കിട്ടും. ഇത് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് നമ്മൾ എയർ ടാഗ് വെച്ച് കഴിഞ്ഞാൽ ഇത് അടച്ച് നമ്മളെ കാറിനകത്തോ ബൈക്കിനകത്തോ, ഇത് ബാക്കിലൊരു മാഗ്നറ്റിക് പോർഷൻ വരുന്ന പീസും ഉണ്ട്, അല്ലെങ്കിൽ ഇത് 3Mൻ്റെ സ്റ്റിക്കറാണ്. ഇത് പീൽ ചെയ്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ അല്ലെങ്കിൽ ബൈക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ലഗേജസും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കാറിൻ്റെ കീ ചെയിനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആപ്പിളിൻ്റെ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്ത് ഇതിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സാവേ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലേ സൗണ്ട് ചെയ്ത് നമ്മൾ ഒരു 2 മീറ്റർ അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലേ സൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനകത്തൊരു സ്പീക്കറുണ്ട്. ഇങ്ങനെ സൗണ്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിസിഷൻ ഫൈൻഡർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പ്രിസിഷൻ ഫൈൻഡർ യൂസ് ചെയ്ത് നമുക്ക് എയർ ടാഗ് എവിടെയാണ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിയറസ്റ്റ് ആണെങ്കിൽ നിയറസ്റ്റ്, ഐറ്റം ഈസ് ഓൺ മൂവിങ്, ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രിസിഷൻ ഫൈൻഡിങ് ഇത് നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. 20 to 30 പൗണ്ടേ ഉള്ളൂ വാങ്ങാൻ. ആമസോണിൽ കിട്ടും. ആമസോണിലും ആപ്പിൾ ഡിവൈസസിലും കിട്ടും. ആപ്പിൾ ഡിവൈസസിൽ നിന്ന് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ടാഗ്, അതായത് നമ്മുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒരു എമോജിയോ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാം. ഇത് ആമസോണിൽ നിന്ന് എടുത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ആ ഒരു എമോജി ഓപ്ഷൻ ഇല്ല. ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ചെറിയൊരു എമൗണ്ടിന് വാങ്ങിച്ച് നമ്മൾ ആരുടെങ്കിലും ബാഗിലോ അല്ലെങ്കിൽ കാറിലോ ഇട്ട് കഴിഞ്ഞാൽ അവരെ ഫുള്ളി ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഐഫോൺ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കുറച്ച് നേരം നമ്മുടെ കൂടെ ഇത് ട്രാക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐഫോണിൽ അത് കാണിക്കും. ഒരു അൺനോൺ എയർ ടാഗ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് എന്ന് അത് ഐഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. ആൻഡ്രോയിഡ് ഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഒരു ട്രാക്കർ ആപ്പൊക്കെ ഉണ്ട്, അതൊക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് കാണിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് സൈഡ് കൂടെ ഇതിനൊന്നുണ്ട്. അഥവാ നമ്മളിപ്പോൾ ഒരു എയർ ടാഗ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുമല്ല നമ്മൾ ഐഫോണിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ കറക്കി തുറക്കുമ്പോഴത്തേക്ക് തുറക്കാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ബാറ്ററി. നമ്മുടെ PC-യിലൊക്കെ പറഞ്ഞ CMOS ബാറ്ററി എന്ന് പറഞ്ഞാൽ കോയിൻ ബാറ്ററി പോലത്തെ ഒരു സാധനമാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്മാൻഡിൽ ആയി. ഇപ്പം ഡീആക്ടിവേറ്റ് ആണ്. ഇത്രേ ഉള്ളൂ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യാൻ. ഇത് നമ്മളെ അല്ലാതെ ഒരു അൺനോൺ ഡിവൈസ്, അൺനോൺ എയർ ടാഗ് നമ്മൾ ഫോളോ ചെയ്യുക, നമ്മുടെ ബാഗിലോ അല്ലെങ്കിൽ നമ്മുടെ കാർ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിസ്മാൻഡിൽ ചെയ്യാൻ ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ബാറ്ററി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പേഴ്സണോ തേർഡ് പേഴ്സൺ ആരെങ്കിലും നമ്മൾ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മളെ ഡിവൈസ് മാത്രം ട്രാക്ക് ചെയ്യാനും നമ്മുടെ ബൈക്കോ കാറോ ട്രാക്ക് ചെയ്യാനോ കീ ചെയിനോ ഒക്കെ ട്രാക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യാം. എന്നൊരു ബെസ്റ്റ് ഡിവൈസ് ആണിത്. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഇത്രേ ഉള്ളൂ. ഇത് വാങ്ങണമെന്നുള്ളവർക്ക് വാങ്ങാം. ഇത് കോംബോ പാക്കായിട്ട് വാങ്ങാൻ പറ്റും. 2 പെയർ കോംബോ ആയിട്ട് കിട്ടാൻ പറ്റും. സിംഗിളായിട്ട് വാങ്ങാൻ പറ്റും. സിംഗിളായിട്ട് വാങ്ങണം എന്നുള്ളവർ നമ്മൾ ആപ്പിൾ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമ്മുടെ പേരൊക്കെ ഇവിടെ ബാക്കിൽ സീൽ ചെയ്ത് വാങ്ങാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു എമോജി, ഇഷ്ടപ്പെട്ട ഒരു എമോജി, ഇപ്പോൾ കാറാണെങ്കിൽ കാറിൻ്റെ ഒരു എമോജി, അല്ലെങ്കിൽ കീ ചെയിൻ ആണെങ്കിൽ കീ ചെയിൻ്റെ ഒരു എമോജി. ആപ്പിളിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 30 പൗണ്ട് അടുപ്പിച്ച് വരും. ആമസോണിൽ നിന്ന് വാങ്ങണമെങ്കിൽ 20 to 28 പൗണ്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിൽ 2000 തൊട്ട് 3000 രൂപ വരുന്ന ഒരു സാധനമാണ്. ഇത്രയും കുഞ്ഞൻ സാധനം. ഇത് വാങ്ങണമെന്നുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സിംഗിളായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോംബോ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം.